സാർ. സ്വാമി സാർ. വലൈക്കും അസ്സലാം. അല്ല ശരണം അയ്യപ്പ. ഓക്കെ. സാറ് സ്വാമിയാണോ? എന്നാ പോണേ മകരവിളക്കിനാ? അതെ. ഇതെന്ത് പറ്റി സാറേ മാലടാൻ? ഭാര്യയ്ക്ക് മോൾക്ക് ഒരേ നിർബന്ധം. മൂപ്പർക്ക് തോന്നിയിട്ടൊന്നല്ല. എന്തെങ്കിലും പറഞ്ഞോ? അല്ല സാറിന് ആ ബുദ്ധി തോന്നിയത് നന്നായി. സാറപ്പോ വൃതാണോ? അതെ, ഇന്ന് മുതല് ഫുള്ള് വെജ്ജ. അതെ, നിങ്ങളതിൽ എത്ര ദിവസമായി വ്രതോ? 41 ദിവസം. ഒരു കൊല്ലാക്കാൻ പറ്റുമോ? എന്തൊരു മനസ്സമാധാനം ഉണ്ടാവും മൂപ്പരെ വീട്ടിലും നമ്മളെ ഓഫീസിലും. സ്വാമി സാർ. മൊയ്തുവേ, നമ്മുടെ ആ കർഷകർക്ക് ഒരു ലോൺ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ ഒരു ഫയൽ വന്നു തന്നിരുന്നല്ലോ, അതെന്തായി? പണി മുഴുവൻ കഴിഞ്ഞില്ലേ സാറേ? അതൊക്കെ മതി. സമയം പോലെ അതൊന്ന് ശ്രദ്ധിച്ചോളണം. സാറ് വരുമ്പോ അവിടുത്തെ പായസം കൊണ്ടുവരില്ലേ? അരവണ. അപ്പോ അരവണയിൽ എല്ലാവർക്കും കൊണ്ടുവരണം. എനിക്ക് ഭയങ്കര ഇഷ്ടത്. വീട്ടിനടുത്തുള്ള ആൾക്കാരൊക്കെ വരുമ്പോ തരേ. ഇത് നന്നാക്കിയോ? നന്നാക്കി സാർ. വളരെ സ്മൂത്ത് ആയിട്ട് പോകണ്ട്. ഇന്നലെ രാത്രി നന്നാക്കി. സ്വാമി ശരണം. ഇതൊരു മാറ്റല്ലേ? അല്ലോ കോയ. അതെ, ഇതെന്താ സാറപ്പ ഇത് കഥ? സ്വാമി ശരണം. കാരണം വയ്യപ്പ, നിങ്ങളിപ്പോ മാലിട്ട് ഇനിയിപ്പോ നിങ്ങളുടെ അടുത്തൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതെ, ഞാൻ അജ്ജന് പോകുന്നുണ്ട്. എവിടേക്ക്? അജ്ജന് പോകുന്നുണ്ട് ഞാൻ. ഈ അച്ഛന് എന്താ വൃശ്ചിമാസത്തിൽ അച്ഛന് പോണേ? നോമ്പ് ആയിട്ട് എന്നിട്ട് വനക്ക് അച്ഛനെ ഇതിപ്പോ അവിടെ പറഞ്ഞു കേട്ടിട്ട് ഈ തടിയപ്പാ നോക്കണ്ട. ഈ ഇനി മറുപടി പറയണോ? എന്താ തെങ്ങൻ തൈ തരാത്ത? എന്തെങ്ങളൊക്കെ തെങ്ങൻ തൈ തരാത്തേക്ക് വന്നിട്ട് ആരും വന്നില്ല. അപ്പൊ ഇങ്ങള് വന്നില്ലേ? ചിക്കണ്ട നാള് മുമ്പ് എന്തിനാ ഇവിടെ തെങ്ങൻ തൈ വരുന്ന എടുത്തോളിയും കൊണ്ടുപോയിക്കോളി, ഇതൊക്കെ കിട്ടും എന്ന് പറഞ്ഞിട്ടല്ലേ അപ്പൊ ഞാനിപ്പോ ഇതിന് മെനക്കെട്ടായി. ഞങ്ങൾക്ക് ഇവിടുന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ അങ്ങനെയാണ്. വരുന്നുണ്ട് വരാത്തിന് ഞങ്ങൾ എന്താക്കാൻ വന്നാൽ തരൂല്ലേ? അതെ, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതിനൊക്കെ ഒരു സീസൺ ഉണ്ട് കുട്ടിയെ, അത് മനസ്സിലാക്കി. അല്ലാണ്ട് നിങ്ങൾക്ക് തോന്നുമ്പോ അങ്ങോട്ട് തന്ന തെങ്ങോണ്ട് വെക്കാൻ പറ്റില്ല. മയക്കും മുമ്പ് ഇത് വെക്കണം, അതിന്റെ മൂടി കഴിഞ്ഞു. ഓ, അങ്ങനെ ഉണ്ടല്ലേ? ശരി, ഇപ്പൊ എന്തിനാ ഇവിടെ കയറി കുത്തിരിക്കണേ? അതെ, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരണ്ട, ഒന്ന് വിളിച്ച് ചോദിച്ചാൽ മതി. വന്നാൽ ഞങ്ങൾ പറയില്ലോ. നിങ്ങളൊന്നും കൃഷിക്കാരെ പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാരല്ല. വെറുതെ ശമ്പളം മേടിക്കാൻ വേണ്ടി കുത്തിരിക്കാണ് കള്ള നായ്ക്കൾ. സ്വാമിയെ ശരണയ്യപ്പോ. സ്വാമിയെ, നിങ്ങൾ ഇരിക്കണത് പെട്ടെന്ന് മറന്നുപോയിട്ടോ. അതെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. ഇങ്ങനത്തെ ഒരു ഇടങ്ങറുണ്ടായി കഴിഞ്ഞാൽ സ്വാമിയാരെ അല്ല ഹാജിയാരെ കുറച്ചുകൂടെ ആത്മസംയമനം പാലിക്കും. അല്ല, എനിക്ക് ആഗ്രഹം ഇല്ലാണ്ടല്ല സാറേ. നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ ഈ വയസ്സാം കാലത്ത് എത്ര തവണ ഇവിടെ കയറി വരുന്നേ? നമുക്ക് എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാമല്ലോ. എന്ത് പരിഹാരം ഉണ്ടാക്കണേ? നിങ്ങളാരാണ്? ഞാൻ ഇവിടുത്തെ കൃഷി ഓഫീസർ. എന്താ കാര്യം? അതെ സാറേ, നിങ്ങളൊന്ന് ആലോചിച്ചോക്കാം. ഞാനിപ്പോ എത്രാമത്തെ തവണ ഈ ഒരു തെങ്ങൻ തൈക്ക് വേണ്ടി ഇവിടെ വരുന്നറിയോ? നിങ്ങളൊരു മുതിർന്ന ഒരു ഉദ്യോഗസ്ഥൻ ഉണ്ടല്ലോ, ഓൻ പറഞ്ഞിട്ട് ആ ചങ്ങായി പറഞ്ഞ കേട്ടിട്ടാണ് ഞാൻ എന്റെ വീട്ടിലെ റബ്ബറൊക്കെ വെട്ടി കുയ്യെടുത്ത് തെങ്ങൻ തൈ വെക്കാന്ന് വിചാരിച്ച് 10-250 കുജ്ജാണ് വെട്ടിയേക്കണേ. തെങ്ങൻ തൈ ഇവിടെ ഞങ്ങൾ കൃഷി ചെയ്തുണ്ടാക്കുന്നതല്ല, വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തരും. പറഞ്ഞു ഇയാള് കേക്കണ്ടേ? ചെന്നുമുണ്ടായിക്കടോ. സ്വാമി ശരണം. സ്വാമി ശരണം. അതെ, ഞാൻ എന്താ കാര്യത്തിണ്ടോ സാറേ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്ക്. ഇതിപ്പോ മഴ പെയ്യുന്നേറ്റ് മുമ്പ് ഇപ്പൊ 10-250 കുയ്യെടുത്ത് ഉണ്ടായിരുന്ന റബ്ബറൊക്കെ പോയി. അതിനിപ്പോ വേണ്ട വളവും കാര്യങ്ങളും ആട്ടുംകാട്ടും ചാണകം ഒക്കെ ഇറക്കി ഇക്കണ്ട കായും ചെലവാക്കിയിട്ട് ഈ മഴ പെയ്ത് കുയില് വെള്ളം നിറഞ്ഞാൽ പിന്നെ ഒരു തെയ്യ് വെക്കാൻ പറ്റുമോ സാറേ? അതെ, നിങ്ങളെ പോലുള്ള കർഷകർ കൃഷി ചെയ്യാൻ വേണ്ടി വരുമ്പോ നിങ്ങളുടെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് സർക്കാർ ഞങ്ങൾക്ക് ശമ്പളം തരുന്നത്. അതെ, അതിനിപ്പോ നിങ്ങളിലൊക്കെ കുയില് കൊണ്ടുപോയി വെക്കാൻ പറ്റില്ലല്ലോ. തയ്യല് സ്വാമി സാർ. അപ്പൊ അത് വരട്ടെ, വന്നു കഴിയുമ്പോ നിങ്ങൾക്ക് തരും കേട്ടാ. അപ്പൊ അത് വരെ ഇപ്പൊ ആ കുയ്യും കുത്തിയിട്ട് കാലും നീട്ടിയിരിക്കുക. പിന്നെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല. കഴിഞ്ഞ 10 വർഷമായിട്ട് കേര സമൃദ്ധി പദ്ധതി പ്രകാരം കേരളത്തില് എത്ര തെങ്ങും തൈ ഞങ്ങൾ വിതരണം ചെയ്തെന്നാ വിചാരിക്കണത്? എത്ര ചെയ്തു? 2 കോടിയിലധികം. നിങ്ങൾ പറഞ്ഞ പ്രകാരം ഇപ്പൊ ഇവിടെ തെങ്ങിന്റെ കാട് വന്നിട്ട് അതിൽ കൂടെ ആനയും പുലി ഇറങ്ങിണ്ടാവും. എവിടെ നടക്കണം ഇതൊക്കെ നിങ്ങൾ പറയാന്നല്ലാണ്ട് എവിടെ നടന്നു? അതെ, വന്നു കഴിഞ്ഞാൽ നിങ്ങളെ വിളിക്കാം കേട്ടാ. ഇനിയിപ്പോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ആയി പോയി. ആയിക്കോട്ടെ സാറേ, ഇനി നിങ്ങള് തരുമ്പോ തരേ. വരുന്നതിന് മുമ്പ് ഒന്ന് വിളിച്ചോളി, നേരെ ഇങ്ങോട്ട് പോരണ്ട കേട്ടോ. ഒന്ന് ഫോൺ വിളിച്ചോളി. എന്റെ ഫോണിന്റെ കാര്യം കൂടി കളയാനോ? വിളിക്കണം. പോണത് പോക്കോട്ടെ, എന്തിനാ പിന്നെ വിളിച്ചു വരുന്നത്? പറഞ്ഞിട്ട് മനസ്സിലാവണ്ടേ സാർ? ഇങ്ങനെയുണ്ട് ജനങ്ങള്. ഒരു സ്വാമീന്റെ മുമ്പിൽ മുമ്പ് പറഞ്ഞ വർത്താനം കേട്ടില്ല നിങ്ങള്? സ്വാമി ശരണം. അല്ല സ്വാമി, അല്ല സാറേ, ഈ തെങ്ങൻ തൈ എന്താ വരാത്തെ? തെങ്ങൻ തൈ വരാത്തത് എന്താന്ന് എനിക്കറിയാൻ വയ്യ.
ഞാൻ ഇന്നലെ കൂടി വിളിച്ച് ഫോളോ അപ്പ് ചെയ്തേ ഉള്ളൂ. കാരണം ഈ കോയെ പോലെ തന്നെ ഒരുപാട് പേര് ദിവസം ഇവിടെ കയറി ഇറങ്ങുന്നുണ്ടേ തെങ്ങും തൈക്ക്. ഓവ് എന്നെയും വിളിക്കുന്നുണ്ട്. വീട്ടിൽ ചില ആൾക്കാർ വന്ന് ചോദിക്കാൻ തുടങ്ങിയിരിക്കണ്. ഓഫീസിലും രക്ഷയില്ല, വീട്ടിലും രക്ഷയില്ല. അപ്പൊ എന്തെങ്കിലുമൊക്കെ നമ്മൾ സമാധാനം പറഞ്ഞ് സമാധാനിപ്പിക്കുക അല്ലേ? അല്ല എന്ത് ചെയ്യാൻ പറ്റുന്നേ. സാമിശരണം. ശരി ശരി സാർ. ഇത് കുറച്ചുകൂടെയൊക്കെ ഒരു സമാധാനം വേണം ജീവിതത്തിൽ കേട്ടോ. എല്ലാത്തിനും എടുത്ത് ചാടരുത് സാറ്. ആളുകൾ ഇങ്ങനെ പെരുമാറുമ്പോഴേ അറിയാണ്ട് പറഞ്ഞു പോണതാ. ആൾക്കാർ പല രീതിയിൽ പെരുമാറിയാലും നമ്മൾ സംയമനം പാലിക്കും കേട്ടോ. സാറിന് ഭയങ്കര മാറ്റാണ് ഇപ്പോ. മാലട്ടേനേഷേ സ്വാമി. സാറെല്ലാം പറയാണ്ട് പറഞ്ഞു പറ്റിച്ചു അല്ലേ? സ്വാമി ശരണം. എന്തേ? അതെ, ഞാൻ സാറ് പറഞ്ഞ പോലെ ട്രോഫി വിൽക്കുന്ന കടയിൽ പോയി കർഷകശ്രീ അവാർഡ് വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഒരു 500 രൂപ വേണമെന്ന് പറഞ്ഞു, കൊടുത്തു. കർഷകശ്രീ അവാർഡ് ഒട്ടിച്ചിട്ട് നല്ലൊരു ട്രോഫി എനിക്ക് തന്നു. അപ്പം വേണ്ടാ നിനക്ക് പത്മശ്രീ അവാർഡും കൂടി എനിക്ക് വേണം, ഒരു 500 രൂപ എന്നാ മതി പറഞ്ഞു. 500 കൊടുത്താന്നില്ല, ഇതെന്റെ ഒരു അഭിമാനമല്ല സാറേ. ഞാൻ 500 രൂപ കൊടുത്ത് ഒരു കർഷകശ്രീ അവാർഡും ഒരു പത്മശ്രീ അവാർഡും രണ്ടും കൂടി എനിക്ക് തന്നു. ഒരു കർഷകശ്രീയും ഒരു പത്മശ്രീയും. ഞാൻ ഇങ്ങനെ നിൽക്കുക 2 ട്രോഫിയും വീട്ടിലുണ്ട് സാറേ. ഒരു അവാർഡ് ജേതാവെന്ന നിലയിൽ ഒരു ചെറിയ കാര്യം എനിക്ക് പറയാനായിട്ടായി ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്താണ് സാറേ, ആ വഴക്കേക്കാരെ കണ്ടോണ്ടല്ലോ, എല്ലാ മാസവും 2 സമയത്താണ് ഞാൻ ഉഴുതു മറിച്ചിട്ട് നെല്ലിടല്. ആ കിട്ടി കൃത്യമായിട്ട്. ഒരു മാർച്ച് ഏപ്രിൽ മാസത്തിൽ വെറുതെ കിടക്കും തരിച്ചായിട്ട്. കുഴപ്പമില്ല, നമ്മളെ നാട്ടിലെ കുഞ്ഞളും ഞാൻ അടക്കം ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്, ഫുട്ബോൾ എല്ലാം കളിക്കും. ഈ സമയത്ത് മാത്രം കുണ്ടുവച്ച് വെക്കും, എല്ലാം ഉഴുതു മറിച്ചിടും, ആകെ നശിപ്പിച്ചടിയും ഈ കുഞ്ഞൾ കളിക്കുന്നതായിട്ട്. ഇപ്പൊ നാട്ടുകാർ എന്നോട് പറഞ്ഞു, ഏതായാലും ഒരു അവാർഡ് ജേതാവല്ലേ, ഇത് നീ ഇവിടെ പറയണം. സാർ അതിനൊരു തീരുമാനം എടുക്കാം. എന്റെ എളിയൊരു അഭിപ്രായം. പോയിക്കോട്ടെ സാർ. നന്ദിയുണ്ട് സാറേ. സ്വാമി ശരണം. താങ്ക് യു സാറേ. സാറ് രക്ഷപ്പെട്ടോ. ഞാൻ വിചാരിച്ചു സാറിനെ തല്ലാൻ വന്നാന്ന്. സ്വാമി ശരണം. സ്വാമിയേ ശരണം. അയ്യപ്പ. കോയ സാഹിബേ, നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്ക്. നല്ല തെങ്ങും തൈയാണെന്ന്, നല്ല ആരോഗ്യമുള്ള തെങ്ങും തൈയാണ്. 3-ാം കൊല്ലം കായ്ക്കും, കൊലയായി കായ്ക്കും. നിങ്ങൾ കൊണ്ടുപോക്കും. ശരി ശരി. വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. മൊയ്ത് സാറേ, അവിടെ പാമ്പും പഴുതാരയൊക്കെ കാണും. അതെ മന്മതാ. എന്തായി സാറേ? കോയ സാഹിബിനും വേണ്ട അത്രേ. വേണ്ടെന്നാ? അയാൾക്കും വേണ്ടെന്നാ പറയണത്. അയാൾ എന്തൊരു ബഹളമായിരുന്നു ഇവിടെ വന്നിട്ട്. 100-800 തെയ്യോടെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്ത് ആരെങ്കിലൊക്കെ വാങ്ങിച്ചോണ്ട് പോണ്ടേ? സാറേ, വേറൊരു കാര്യമുണ്ട്. ഇപ്പൊ തന്നെ അതേണ്ട ഇത് കൊലച്ചു തുടങ്ങി. ഇനി അവിടെ തേങ്ങ വെട്ട ആളെ അന്വേഷിക്കേണ്ടി വരും. ആരെങ്കിലൊക്കെ വിളിച്ച് പറയുന്നെങ്കിലും ചെയ്യണമെന്ന്. ഞാൻ വാട്സപ്പിലുള്ള ഗ്രൂപ്പിൽ മുഴുവൻ മെസ്സേജ് വിട്ടിക്കണേ. എല്ലാരും വിവരം ലൈക്കും കമന്റ് ഒക്കെ തരുന്നുണ്ട്. ആർക്കും വേണ്ട. ഇപ്പൊ എന്താ ചെയ്യാ? ഇപ്പൊ നമ്മള് 300 തെയ്യനാണ് നമ്മൾ ആവശ്യപ്പെട്ടത്. ഇവിടെ വന്നത് 800 എണ്ണാണ്. എന്തിന്? 800 എണ്ണത്തിൽ ഒരെണ്ണം പോലും വിറ്റുപോയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വിഷയമായിരിക്കും. 50 രൂപ വെച്ചിട്ട് 800 തയ്യന് 5×8 40,000 രൂപ അടയ്ക്കണം. അപ്പൊ സാറ് അടയ്ക്കേണ്ടി വരും അല്ലേ? ഞാൻ മാത്രമൊന്നല്ല, നമ്മളെല്ലാരും ഉദ്യോഗസ്ഥന്മാരെല്ലാരും കൂടെ കൊടുക്കണം. അതങ്ങനെയാണ്. നമ്മളെല്ലാരും കൂടി അടയ്ക്കണത്? പിന്നെ വേണ്ടേ? നല്ല കൂത്താണുള്ളത്. ഇതിപ്പോ നമുക്ക് എങ്ങനെ ഇത് കൊടുക്കാം? ആരുടെങ്കിലും മണ്ടയ്ക്ക് വെക്കാൻ നോക്ക. സാറേ, ഇവിടുത്തെ ഉദ്യോഗസ്ഥനെന്ന നിലയിൽ ഞാനൊരു ചെറിയ സഹായം വേണമെങ്കിൽ ചെയ്യാം. എന്റെ കുറച്ച് കുടുംബസ്ഥലത്ത് കുറച്ച് പറമ്പുണ്ട്. അവിടെ ആണെങ്കിൽ ഒരു 10-200 എണ്ണം ഇറക്കി വെക്കാനുള്ള ഒരു സംഭവം കൊണ്ടുപോയിക്കോളി. കളിക്കൊളയില്ല. എന്ത് ദൂരം വരും? അത് ഇവിടുന്ന് ഒരു 100-120 കിലോമീറ്റർ വരും. അതെ, എന്താ വല്ല ഭ്രാന്തുണ്ടോ നിങ്ങൾക്ക്? എന്ത്? അതിന്റെ പൈസ എന്തെന്നാ ഈ പറയണേ? ആ പൈസ ഇവിടെ ചെയ്തോളൂ. പിന്നല്ല, ഒരു സഹായം ചെയ്യാന്ന് പറഞ്ഞാൽ അവിടെ വരെ കൊണ്ടു തന്നാ അത് അവിടെ വെക്കാം. വല്ലതും പറയുങ്ങളേ. സത്യ സാറേ, ഞാൻ ഒരു കാര്യം പറയട്ടെ. നടക്കണ കാര്യം ഞാൻ പറയാം. ഈ തൈയില്ലേ ഇവിടുന്ന് എന്തായാലും മാറ്റണം. പക്ഷെ നശിച്ചു പോവാനും പാടില്ല. നമുക്ക് പരിചയമുള്ള ഇതിന്റെ അടുത്ത് എവിടെയെങ്കിലും ഒരു പറമ്പ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അവിടെ കൊണ്ട് വെക്കായിരുന്നു. അല്ല, അത് വെക്കണം. കാര്യം എന്താ അറിയോ? ഇതിന്റെ ഈ വേരുകൾ ഇല്ലെങ്കിൽ ദ്രവിച്ചു പോകും. ഇത് മണ്ണിൽ കൊണ്ടുപോയിട്ടെങ്കിലും വെക്കണം. എന്നാ പിന്നെ 1 മാസോ 2 മാസോ എടുത്തിട്ട് നമുക്ക് വേറെ ആർക്കെങ്കിലും വേണോന്ന് ചോദിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. ഇത്രയും തെങ്ങിൻ തൈ വെക്കാനുള്ള ഒരു കണ്ടം കിട്ടണ്ടേ? സത്യം പറയാം, നല്ല ചക്കര പോലത്തെ തെങ്ങും തൈകളാണ്.
വെഹിക്കിളിൽ നിന്ന് എന്ത് ബലം സാറേ ഞാനൊരു ഐഡിയ പറയട്ടെ. എന്റെ ഒരു സുഹൃത്തുണ്ട്, പ്രതീഷ് ദുബായിലാണ്. ഓന്റെ അച്ഛൻ സുഗതൻ മിലിറ്ററിക്കാരനാ. അയാൾക്ക് ഇവിടെ ഒരു 1.5 ഏക്കർ ഭൂമിയുണ്ട്, വെറുതെ കിടക്കിയ ഒരു വീടും. അവിടെ വെച്ചാലോ? സുഗതനെ വിളിക്കണ്ട, പ്രതീഷിനോട് പറഞ്ഞാൽ മതിയല്ലോ. അച്ഛനോട് പറയണ്ട. വിളിക്കണ്ട, ഇപ്പൊ വിളിച്ചോനെ കിട്ടും. ഓൻ ഡ്യൂട്ടിയില്ല, ഓന് മെസ്സേജ് വിടാം. വെള്ളം കണ്ടല്ലോ, കിണർ ഒഴിച്ച പോലെ. അല്ല സാറേ, ഇത്ര രീതിയിൽ വേണത്? ഇല്ല, കുറച്ചുകൂടി വിസ്താരത്തിൽ എടുത്താൽ മതിയടാ. കുറച്ചുകൂടി വിസ്താരത്തിൽ എടുത്തോ, ഇത്ര ആഴം വേണ്ട. തെങ്ങും തൈയൊന്നും അതിനകത്ത് വെച്ചിട്ടേ മണ്ണൊന്ന് ചുറ്റോടാണ്, അത്രല്ലേ വേണ്ടു. അത്രേ വേണ്ടുള്ളൂ. അല്ല സാറേ, ഇതിപ്പോ നമ്മൾ ഈ ഒരു ലോഡ് നമുക്ക് ഇവിടെ വെക്കാം. ഇനി ഇരിപ്പുണ്ടല്ലോ ഓഫീസില്, അതൊക്കെ എവിടെ കൊണ്ടുവെക്കും? അത് ഇവിടെ തന്നെ വെക്കണം. തന്നെ വെക്കാം. അത് 1.5 ഏക്കർ സ്ഥലം ഉണ്ട് ഇത്. അവര് സമ്മതിക്കും. നമ്മള് എന്താണ്? അതെ, ഒരു കാര്യം ചെയ്യേ, അങ്ങേരോടും കൂടെ ഒന്ന് ചോദിക്കുന്നത് നല്ലതാണ്. അതിന്റെ ഒന്നും ആവശ്യമില്ല സാറേ. അയാളെ മോൻ പ്രതീക്ഷയും ഞാനും തമ്മിൽ ഭയങ്കര കമ്പനിയാ. എന്റെ വാക്കിന്റെ അപ്പുറത്ത് വേറെ ഓന് തീരുമാനമില്ല. പിന്നെ നമുക്ക് ആ മുഴുവൻ ലോഡ് ഇവിടെ തന്നെ ഇറക്കാം അല്ലേ സാറേ? ഒന്ന് അങ്ങോട്ട് പോയി സഹായിക്കേ. ഞാൻ പോവാ, ഞാൻ കൈമല് മണ്ണാവും ചോദിച്ചിട്ടാ. കറിയായ അയാൾ തിന്നാതിരിക്കുമോ? മതിയടാ, മതി മതി. വെച്ചോ മതി, വെച്ചോ. നല്ല നല്ല ഇനമാണ് കേട്ടോ സാറേ ഇത്. തെങ്ങ് ചതിക്കില്ല എന്ന് പറയാം. പ്രതീഷിന്റെ അച്ഛനാ. മറ്റേ പട്ടാളോ? നമസ്കാരം. സുഖേട്ട, ഞാനാണ് മൊയ്തുവാണ്. ഏത് മൊയ്ത എന്താന്ന് എന്റെ പറമ്പിൽ ഒരു സാധനം കൊണ്ടു വെക്കുമ്പോ എന്നോട് പറയണ്ടേ? മോന്റെ കൂട്ടുകാരൻ. ചേട്ടന്റെ മോന്റെ കൂട്ടുകാരൻ. ഏത് മോന്റെ? മോനോട് പറഞ്ഞു ഞാൻ. ആരുടെ? പ്രദീപിന്റെ? അല്ല, പ്രതീഷിന്റെ. പ്രതീഷിനൊക്കെ ഞാൻ എന്റെ കുടുംബത്തിൽ നിന്ന് പേര് വെട്ടി കളഞ്ഞു. പെണ്ണ് കെട്ടേണ്ട അച്ഛനും അമ്മയും വേണ്ടെന്ന് പറഞ്ഞ് നടക്കണ തോന്നിയാസി അവന് ഈ സ്ഥലം ഉണ്ട്. ആരാ പറഞ്ഞത്? ഇല്ല സാറേ, ഞങ്ങൾ പെർമിഷൻ ചോദിച്ചിട്ടാണ്. അവനോട് പെർമിഷൻ ചോദിക്കാം. സുഗതന്റെ പറമ്പിൽ വന്ന സുഗതനോട് ചോദിക്കണം. അതെ, വേണം. ഇത് കാർഗിൽ യുദ്ധത്തിന് പാകിസ്ഥാൻകാർ നുഴഞ്ഞു കയറുന്ന പോലെ കൊണ്ട് കയറി വരാൻ ആരാ പറഞ്ഞോട്? അല്ല, അതെ, ഇത് ഒന്നുമില്ല സാറേ. ഇത് കുറച്ച് തെങ്ങ് തൈ കുറച്ച് ദിവസത്തേക്ക് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇത് ഇവിടെ നിന്ന് എടുത്ത് മാറ്റും. അതെ, വല്ല മിഷ്യങ്ങണ്ണോ ബോംബൊക്കെ ആണെങ്കിൽ വെച്ചോ. ഞാനൊരു പട്ടാളക്കാരനാ. ഈ തെങ്ങും തൈ ഇവിടെ വേണ്ട. ഉള്ള തെങ്ങ് തന്നെ തല പോയി നിൽക്കുകയാണ് ഇവിടെ. വീണ്ടും തലവേദന. ഒന്ന് സൂക്ഷിച്ച് നോക്കി, എല്ലാം ബോംബ് പോലെയാണ് ഇരിക്കുന്നത്. അതൊക്കെ മനുഷ്യനെ പ്രാന്ത് പഠിപ്പിക്കാതെ എടുത്തോണ്ട് പോ. ഫ്രീ ആയിട്ട് വേണേ 10 തരാം. ഇവിടെ ഉള്ള തെങ്ങിനെ മുറിച്ച് കളയാൻ ആളെ കിട്ടാതിരിക്കാൻ ഞാൻ. ഇല്ല സാറേ, ഇത് കാലാകാലം ഇവിടെ വെക്കാനല്ല. ഇത് ഞങ്ങൾ വെറുതെ ഈ തെങ്ങ് ഈ കുടി എടുത്തിട്ട് അതിനകത്ത് വെറുതെ മണ്ണ് നിട്ട് വെക്കുന്നേ ഉള്ളൂ. ഇത് നടുകല്ല. അത്രേ ഉള്ളൂ. ഒരു 4 മാസം അത്രേ വേണ്ടു. 4 മാസം ഇന്ന് തന്നെ എടുത്തു മാറ്റണം. അതെ, കുടുംബശ്രീക്കാർക്ക് കപ്പ നടാൻ വേണ്ടിട്ട് സ്ഥലം കൊടുത്തേക്കാ ഞാൻ. അവര് നാളെ മറ്റന്നാളായിട്ട് വരും. ഇപ്പൊ എടുത്തോണ്ട് പോകണം. അല്ല സാറേ, മൂത്തമ്മ പ്രദീപിനോട് ചോദിച്ച വല്ല കാര്യമുണ്ടോ? നടക്കില്ല. പ്രദീപനും അവനോടല്ലേ ചോദിച്ചത്? പ്രദീപിനോട് ചോദിച്ചു. അതെ, ഇത് എന്റെ പറമ്പാണ്, എന്നോട് ചോദിക്കണം. ഞാൻ സാറിനോട് ഇപ്പൊ ചോദിക്കാണ്. അതിപ്പോ ചോദിച്ചിട്ട് കാര്യമില്ല. പറയണ കേക്ക്. ഞങ്ങൾ ഇത് ഇവിടെ കൊണ്ടുവന്ന് പോയി ഇവിടെ വച്ചിട്ട് ഞങ്ങൾ ഉടനെ വന്ന് എടുത്തോളാം. സമ്മതിക്കണം. സോറി സാർ. സമ്മതിക്കണം സാർ. അതെ, സുഗതൻ ഒരു വാക്കേ ഉള്ളൂ. ഇത് ഇപ്പൊ ഇവിടുന്ന് എടുത്തോണ്ട് പോകണം. ഇനി സംസാരിക്കാൻ സമയമില്ല. ഇന്ന് എടുത്തു കഴിഞ്ഞാൽ പട്ടീനെ അയച്ചു കൂടി. എന്തൊരു മനുഷ്യനത്, കണ്ടാമൃഗം പോലെ. അതെ എന്റെ സാറേ, തെങ്ങ് ചതിക്കില്ല എന്ന് പറയുന്നില്ലേ, അത് വെറുതെയാണ്. അത് കർഷകരെ ചതിക്കില്ല, പക്ഷെ നമ്മൾ ഉദ്യോഗസ്ഥരെ ചതിക്കും. ഇത് വല്ലാത്തൊരു ചതിയായി പോയി. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ ഇഷ്ടപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളൊരു കാര്യം, ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, യൂട്യൂബിൽ മരമായും ഫുള്ളായിട്ട് കാണാനുള്ള ഒരു അവസരം ഇല്ലല്ലോ, എങ്ങനെയാണ് നിയാസെ അത് ഒന്ന് ഫുള്ളായിട്ട് കാണാനുള്ളത് എങ്ങനെയാണെന്ന് ചോദിക്കാറുണ്ട്. ഇനി മുതൽ മനോരമ മാക്സ് ഡൗൺലോഡ് ചെയ്തെടുത്താൽ മരമായം തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെയുള്ള മുഴുവൻ എപ്പിസോഡുകളും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കാണാൻ പറ്റും കേട്ടോ. അപ്പൊ ഇനി ഇങ്ങനെ ഒരു സംശയം വേണ്ട, മനോരമ മാക്സ് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഓക്കെ.